റിപ്പോർട്ട് ഇലക്ഷൻ ബ്രേക്കിംഗ്. AP സമസ്തയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ AP സമസ്ത വിഭാഗം നേതാവും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഖലീൽ ബുഖാരി തങ്ങളുടെ കടലുണ്ടിയിലെ വീട്ടിലെത്തിയായിരുന്നു ആ കൂടിക്കാഴ്ച. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ ബന്ധം ദൃഢമാക്കാൻ VD സതീശൻ ഒരു വശത്ത് PK കുഞ്ഞാലിക്കുട്ടിയും നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമുദായിക നേതാക്കളുമായി. ഇപ്പോൾ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളെ കാണുമ്പോൾ അതിന്റെ പിൻ രാഷ്ട്രീയം, ഇപ്പോഴത്തെ രാഷ്ട്രീയം മുബഷീർ. സ്മൃതി, സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് വിവിധ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസിന്റെ വലിയ പരിപാടി കോഴിക്കോട് ജില്ലയിൽ നടന്നിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് VD സതീശൻ ആ മേഖലയിലേക്ക് എത്തുന്നതും AP സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവ്, അവരുടെ ബഹുജന സംഘടനയായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങളുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്കറിയാം, കാന്തപുരം AP വിഭാഗം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. പക്ഷേ സമീപകാലത്തായി ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ അവർ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന രീതിയിൽ പ്രചാരണം വ്യാപകമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് UDF ഇത്തരം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അവർ സംഘടിപ്പിച്ച കേരള യാത്രയിൽ മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത് നമ്മൾ കണ്ടതായിരുന്നു. സ്വാഭാവികമായിട്ട് അതിന്റെ തുടർച്ച എന്ന രീതിയിൽ വേണം ഈ കൂടിക്കാഴ്ചയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ. VD സതീശൻ ഖലീൽ ബുഖാരി തങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശേഷം ഈ കാന്തപുരം AP വിഭാഗം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാടൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് EK വിഭാഗം, സമുദായത്തിലെ പ്രബല സംഘടനയായിട്ടുള്ള EK വിഭാഗം സാധാരണഗതിയിൽ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് AP വിഭാഗത്തിന്റെ പിന്തുണ കൂടി ഉറപ്പിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ, വിശേഷം വടക്കൻ കേരളത്തിൽ മലബാറിലെ വിവിധ ജില്ലകളിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് AP വിഭാഗം വളരെ കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നവർക്ക് പിന്തുണയുണ്ടാകില്ല എന്ന രീതിയിലുള്ള പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ UDFനെതിരെ ഉന്നയിച്ചതാണ്. വിശേഷം ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ജമാഅത്തിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്യമായിട്ട് സഹകരിച്ച് UDF മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് VD സതീശൻ തന്നെ പറയുന്ന സാഹചര്യത്തിലായിരുന്നു കാന്തപുരം വിഭാഗം നേതാക്കൾ പരസ്യമായിട്ട് ആ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നത്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദമാണ് അവരുടെ സ്ഥാപിത കാലഘട്ടം മുതൽ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ഒരു തരത്തിലുള്ള വ്യതിയാനവും അവർക്ക് സംഭവിക്കാത്ത കാലത്തോളം അവരുമായിട്ടൊരു സഹകരണം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു കാന്തപുരം വിഭാഗം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ അനുനയിപ്പിക്കാൻ ഒരു നീക്കം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. നേരത്തെ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരെ പോലെയുള്ള നേതാക്കളെ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ആളുകൾ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തുന്നതും നമ്മൾ കണ്ടിരുന്നു. മർക്കസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഒരുമിച്ച് ഇഫ്താർ ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നതും. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ AP വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ AP വിഭാഗത്തിന്റെ പിന്തുണ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ലഭിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും, അത് വലിയ മുതൽക്കൂട്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കാന്തപുരം വിഭാഗം അത്തരമൊരു തീരുമാനം, നയം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. സ്മൃതി, ശരി. മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. കടലുണ്ടിയിലെ വീട്ടിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയുടെ കൂടുതൽ പ്രതികരണങ്ങൾ സമസ്തയിൽ നിന്നും വരേണ്ടതുണ്ട്.